പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പോകുന്നത് ബാത്തു കേവ്സിലേക്കാണ്. മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ സ്ഥലമാണ് ബാത്തു കേവ്സ്. ബാത്തു കേവ്സിലെ കാഴ്ചകൾ വളരെ അടിപൊളിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വൃത്തിയായിട്ട് അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ആംബിയൻസ് ആണ് ഈ ബാത്തു കേവ്സിലേക്ക് ചെല്ലുമ്പോൾ തോന്നുന്നത്. കാരണം തമിഴ്നാട്ടിൽ പോയൊരു ഫീലാണ്. അവിടെ എല്ലാം പൂമാലകളും അതുപോലെ തന്നെ കാണിക്ക സമർപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ വഴി കൂടെ എല്ലാം കടകളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാത്തു കേവ്സിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ച. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മുരുകൻ്റെ സ്റ്റാച്ചു ഉള്ളതാണ് ഈ ബാത്തു കേവ്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബാത്തു കേവ്സിൻ്റെ സൈഡിൽ വളരെ ഭംഗിയുള്ള സ്റ്റെപ്സ് ഉണ്ട്. അത്രയും സ്റ്റെപ്സ് കയറി നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയുള്ള ആ സ്റ്റെപ്സുകൾ കയറി മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഭംഗിയുള്ള ഒരു ഗുഹയാണ് ഉള്ളത്. ആ ഗുഹ കാണാനായിട്ടാണ് ആളുകളെല്ലാവരും വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല് കൊണ്ട് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കൊണ്ട് കാലക്രമേണ രൂപീകരിച്ച് വന്ന അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഗുഹയാണ് ഈ ബാത്തു കേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവരുടെ കൂടെ കൂടി രാവിലെ 9 മണി സമയത്താണ് നമ്മൾ ഇത് കാണാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വെയിലൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ മഴയൊക്കെ പെയ്ത് തോർന്ന സമയമായിരുന്നു. ചൂട് ചെറുതായിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ബാത്തു കേവ്സിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. ഡ്രൈവർ നമ്മുടെ അടുത്ത് പറഞ്ഞു മുകളിലേക്ക് സാധാരണ ആരും കയറാറില്ല, ഭയങ്കര കുന്നാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇടുക്കിക്കാരുടെ അടുത്താണ് ഈ കുന്നിൻ്റെയും മലയുടെയും കഥ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വല്ല നിസ്സാര കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഈ കളർഫുള്ളായിട്ടുള്ള സ്റ്റെപ്സുകൾ കയറി നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാത്തു കേവ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മഴത്തുള്ളികൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് രൂപപ്പെട്ട ആ ഗുഹ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് ചെന്നു. ഇടയ്ക്ക് ആളുകൾക്ക് വിശ്രമിക്കാനായിട്ട് പതുക്കെ നിന്ന് പതുക്കെയൊക്കെ കാഴ്ചയൊക്കെ കണ്ട് പോയാൽ മതി. അങ്ങനെ അത്ര തിരക്കൊന്നുമില്ല ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഉള്ളിലേക്ക് കയറുമ്പോൾ കുറേയേറെ സൂനിയർ ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് വരും. കുറേ അവിടെ മാപ്പുണ്ട്, അതുപോലെ തന്നെ സ്റ്റാമ്പുകളുണ്ട്, കറൻസി ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുപോലെ ഇതുപോലൊക്കെയുള്ള കുറേയേറെ സ്റ്റാച്യുകൾ കാര്യങ്ങൾ ഒക്കെ മലേഷ്യയുടെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ അവിടെ ഇങ്ങനെ നമുക്ക് അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഗുഹയ്ക്കുള്ളിൽ കുറേയേറെ കച്ചവട സ്ഥലങ്ങൾ ഉണ്ട്. അതിനോട് ചേർന്ന് നമുക്ക് ഗുഹയുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് അതിലേക്ക് കറങ്ങി തിരിഞ്ഞ് നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഏതായാലും എല്ലാവരും മലേഷ്യ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ബാത്തു കേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സാധാരണ ഒരു ഗുഹയല്ല. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ആംബിയൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്ന് അത് കാണുക തന്നെ ചെയ്യണം. അപ്പോൾ കൂടുതൽ വീഡിയോ നമുക്ക് വേറെ പിന്നെ കാണാം. താങ്ക്